ഹനുമാൻ ചാലിസ രചിച്ചത് ശ്രീ തുളസീദാസാണ്. ശ്രീരാമഭക്തനായ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തിനായി 40 ശ്ലോകങ്ങളിലായിട്ട് തുളസീദാസ് രചിച്ച പ്രാർത്ഥനയാണ് ഹനുമാൻ ചാലിസ. ഇത് ഭക്തിയോടെ നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാനസിക സമാധാനം ലഭിക്കുന്നു. മനസ്സിന് ഉന്മേഷവും ധൈര്യവും നൽകുകയും അലസതയും ഭയവും അകറ്റുകയും ചെയ്യുന്നു. അതുപോലെ ദോഷശാന്തി മാറാൻ നല്ലതാണ്. നമ്മുടെ ജാതകത്തിലെ ശനിദോഷം കുറയ്ക്കാനും ദുർഭൂതങ്ങളെയും പ്രേതപിശാചികളായിട്ട് വരുന്ന നെഗറ്റീവ് ഊർജത്തെയും അകറ്റി നിർത്താനും സഹായിക്കുന്നു. ദുരിതങ്ങളിൽ നിന്നുള്ള ഒരു മോക്ഷം നമുക്ക് ലഭ്യമാകുന്നു. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാനും ദുസ്വപ്നങ്ങൾ മാറാനും കുടുംബജീവിതത്തിൽ ഐക്യം നിറയ്ക്കാനും ഇത് ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ഇനി ഹനുമാൻ ചാലിസ ശ്രീ തുളസീദാസ് രചിക്കാൻ ഉണ്ടായ കാരണം എന്താണ്, ആ കഥ എന്താണെന്ന് വെച്ചാൽ ശ്രീ തുളസീദാസ് സ്വയം സമർപ്പിതനായ ഒരു വ്യക്തിയാണ്. ശ്രീരാമചന്ദ്രനിൽ സ്വയം സമർപ്പിതനായ ഒരാളാണ് ശ്രീ തുളസീദാസ്. അദ്ദേഹം ഗുരുവായിട്ട് കണ്ടത് ശ്രീ ഹനുമാൻ സ്വാമിയാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ട് ശ്രീരാമൻ്റെ കഥകൾ പാടുകയും ശ്രീരാമൻ്റെ കഥകൾ പറയുകയും ചെയ്യുന്ന ഒരാളായിരുന്നു ശ്രീ തുളസീദാസ്. അദ്ദേഹമാണ് ശ്രീരാമചരിതമാനസം രചിച്ചത്. അപ്പോൾ ഇത് രചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീ അക്ബർ ചക്രവർത്തി അദ്ദേഹത്തിനെ തുറങ്കിലടയ്ക്കുന്നത്. തുറങ്കിലടയ്ക്കാൻ ഇടയായത് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനും ഒരാഗ്രഹം ഉണ്ടായി. എന്താണ്, ശ്രീരാമൻ ചന്ദ്രൻ്റെ കഥകളെ പോലെ എൻ്റെ കഥകളും എഴുതണമെന്ന്. അപ്പോൾ വളരെ നന്നായിട്ട് ശ്രീ തുളസീദാസ് എഴുതുന്നുണ്ട്, വളരെ നന്നായിട്ട് അത് പറയുകയും പാടുകയും ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞ അക്ബർ ചക്രവർത്തി ശ്രീ തുളസീദാസിനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹം ശ്രീ തുളസീദാസ് കൊട്ടാരത്തിൽ വരികയും ചെയ്തു. എന്നിട്ട് അക്ബർ ചക്രവർത്തിയുടെ കഥ പറയാൻ പറഞ്ഞു, അതുപോലെ എഴുതാനും പറഞ്ഞു. അപ്പോൾ ശ്രീ തുളസീദാസ് പറഞ്ഞു, എനിക്ക് വേറെ ആരുടെ കഥയും എഴുതാനോ പാടാനോ പറയാനോ അറിയില്ല. എൻ്റെ ഭഗവാനായ ശ്രീരാമചന്ദ്രൻ്റെ കഥകൾ മാത്രമേ എനിക്ക് പറയാനും പാടാനും അറിയുകയുള്ളൂ, അതേ എനിക്ക് എഴുതാനും അറിയുകയുള്ളൂ, വേറെ ഒന്നും എനിക്ക് അറിയില്ല എന്ന് പറയും. പക്ഷേ ഇതൊന്നും വിശ്വസിക്കാതെ അക്ബർ ചക്രവർത്തി ശ്രീ തുളസീദാസിനെ തുറങ്കിലടക്കുകയാണ് ചെയ്തത്. പക്ഷേ തുളസീദാസിന് വലിയ സങ്കടമല്ല. അദ്ദേഹം ഭഗവാൻ സമർപ്പിതമാണല്ലോ, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വേറൊന്നുമില്ല. അതുകൊണ്ട് ആ കാരാഗ്രഹത്തിൽ ഇരുന്നിട്ടും അദ്ദേഹം രാമനാമം ജപിച്ചുകൊണ്ടിരുന്നു. അന്നാണ് അദ്ദേഹം ഹനുമാൻ ചാലിസ എഴുതാനുള്ള ഒരു നിയോഗത്തെക്കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലാവുകയും അത് രചിക്കുകയും ചെയ്തത്. അത് രചിച്ച് 40 ദിവസം ആ 40 ദിവസം കൊണ്ട് ആ ശ്ലോകം പൂർത്തിയാവുകയും അത് ജപിക്കുകയും ചെയ്ത് 40ാമത്തെ ദിവസം ആ കൊട്ടാരം നിറയെ വാനരന്മാരെ കൊണ്ട് നിറഞ്ഞു. വാനരന്മാർ ആ കൊട്ടാരം വളഞ്ഞപ്പോൾ അക്ബർ ചക്രവർത്തി ആകെ പരിഭ്രാന്തരായി. എല്ലാവരും പരിഭ്രാന്തരായി. എല്ലാ ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ പ്രമുഖരായിട്ടുള്ള മന്ത്രിമാരും മുഖ്യമാരും ഒക്കെ എല്ലാവരും പറഞ്ഞു, ഇത് ശ്രീ തുളസീദാസിനെ തുറങ്കിലടച്ചതിൻ്റെ പ്രതിഷേധമാണ്. വാനരന്മാർ അദ്ദേഹത്തിന് സംരക്ഷിക്കാനായിട്ട് വന്നിരിക്കുകയാണ്, വാനരപ്പട തന്നെ വന്നിരിക്കുകയാണ്. അങ്ങ് വേഗം തുളസീദാസിനെ മോചിപ്പിച്ചാലും എന്ന് പറയും. അങ്ങനെ ശ്രീ തുളസീദാസിനെ മോചിപ്പിക്കും. അങ്ങനെയാണ് ഈ ഹനുമാൻ ചാലിസ രചിക്കാൻ ഇടയായത്. ഹനുമാൻ ചാലിസ നമ്മൾ ജപിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ മാനസികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും.